വാഹനാപകടത്തെ തുടർന്ന് മസ്തിഷ്കമരണം സംഭവിച്ച തിരുവനന്തപുരം സ്വദേശി കൃഷ്ണലാലിന്റെ അവയവങ്ങൾ വിവിധ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ കോട്ടയത്ത് നിന്നുള്ള ദൃശ്യമാണ്, തത്സമയ ദൃശ്യമാണ് പ്രേക്ഷകർ മാതൃഭൂമി ന്യൂസിലൂടെ കാണുന്നത്. മറ്റൊരു ദൗത്യം കൂടി അദ്ദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എയർ ആംബുലൻസ് വഴി എത്തിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് കോട്ടയത്ത് നിന്ന് കാണുന്നത്. ഷിനോജ് ജസ്റ്റിയുണ്ട്. ഷിനോജ്, ഈ ഹെലികോപ്റ്റർ എവിടെയാണ് ഇറങ്ങുന്നത്? അത് അവിടെ നിന്ന് പിന്നെ എത്ര സമയം എടുക്കും മെഡിക്കൽ കോളേജിലേക്ക്? രതീഷ്, കോട്ടയം പോലീസ് പരേഡ് ഗ്രൗണ്ടിലാണ് ഈ ഹെലികോപ്റ്റർ നിലവിൽ ഇപ്പോൾ ഇറങ്ങുന്നത്. അവിടെ നിന്ന് ഒരു 15 മിനിറ്റ് കൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചേരാൻ കഴിയും. ഇന്ന് തന്നെ സർജറി നടക്കും എന്നാണ് ആശുപത്രി വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ നടത്താൻ കഴിയുമെന്നാണ് ആശുപത്രി നമുക്ക് ഡോക്ടർമാരിൽ നിന്നൊക്കെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കൃഷ്ണലാലിന്റെ ഹൃദയവുമായിട്ടുള്ള എയർ ആംബുലൻസ് അത് അല്പസമയം മുൻപാണ് ഇത്തരത്തിൽ ഈ കോട്ടയം മെഡിക്കൽ കോളേജ് തിരിച്ചിരുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം 1 മണിയോട് കൂടിയാണ് അവിടെ തിരിച്ചു. ഇപ്പോൾ കോട്ടയം പോലീസ് പരേഡ് ഗ്രൗണ്ടിലാണ് ഈ എയർ ആംബുലൻസ് ഇറങ്ങുന്നത്. അതിനുശേഷം ഒരു 15 മിനിറ്റോട് കൂടി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചേരും. ഇന്ന് വൈകിട്ടോട് കൂടി 5 മണിയോട് കൂടി ഈ സർജറി നടക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കോട്ടയത്ത് നിന്നുള്ള പോലീസ് ഗ്രൗണ്ടിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. വീണ്ടും ഒരു അവയവദാന ദൗത്യം കൂടി നടത്തുകയാണ്. വാഹനാപകടത്തെ തുടർന്ന് തിരുവനന്തപുരത്ത് മസ്തിഷ്ക മരണം സംഭവിച്ച കൃഷ്ണലാലിൻ്റെ അവയവങ്ങളാണ് വിവിധ ആശുപത്രികളിലേക്ക് കൊണ്ടുപോകുന്നത്. അദ്ദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്നു. എയർ ആംബുലൻസിൽ തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയം പോലീസ് ഗ്രൗണ്ടിലേക്ക് ഇപ്പോൾ ഹൃദയം എത്തിച്ചിരിക്കുകയാണ്. ആംബുലൻസിലേക്ക് മാറ്റുന്നു. 15 മിനിറ്റ് സമയം പരമാവധി മതിയാകും മെഡിക്കൽ കോളേജിലേക്ക് എത്താൻ. വൃക്കകളും കരളും നേത്രപടലങ്ങളും ഉൾപ്പെടെ ദാനം ചെയ്യുന്നുണ്ട്. കുടുംബം അക്കാര്യത്തിൽ സമ്മതം അറിയിച്ചിട്ടുണ്ട്. തുടർച്ചയായി വേഗത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയായിരുന്നു. ഷിനോജാണ് വിവരങ്ങൾ നൽകുന്നത്. ഷിനോജ്, ഇപ്പോൾ ആംബുലൻസിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഒരു 15 മിനിറ്റ് സമയം കൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചേരും. സർജറിയുടെ കാര്യം അടക്കം അക്കാര്യങ്ങളിലെ ക്രമീകരണങ്ങളെക്കുറിച്ച് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിവരങ്ങൾ എന്തെല്ലാമാണ്? ഇന്ന് തന്നെ സർജറി നടക്കുമെന്നാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോട്ടയം കുമരകം സ്വദേശിയായിട്ടുള്ള അരുണിനാണ് ഈ ഹൃദയം മാറ്റിവെക്കുന്നത്. അരുണിന്റെ ഹൃദയ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ നമ്മൾ പല വാർത്തകളൊക്കെ തന്നെ നൽകിയിരുന്നതാണ്. പ്രത്യേകിച്ച് ഹൃദയത്തിന് ഡോണറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊപ്പം പണച്ചെലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ നാട്ടുകാരുൾപ്പെടെ ചേർന്നാണ് ഈ അരുണിന്റെ ഹൃദയ മാറ്റിവെക്കലുമായി ബന്ധപ്പെട്ട പണം ഉൾപ്പെടെ തിരിച്ചത്. ഏകദേശം 14 ലക്ഷത്തോളം രൂപയാണ് നാട്ടുകാർ ഉൾപ്പെടെ ചേർന്ന് പണം തിരിച്ചത്. അങ്ങനെ ആ പണം പിരിച്ചു. ഇന്ന് ഈസ്റ്ററാണ്. അരുണിനെ സംബന്ധിച്ച്, കുമരകം സ്വദേശിയായിട്ടുള്ള അരുണിനെ സംബന്ധിച്ച് ഇതൊരു പുതിയ ഉയർപ്പിന്റെ ദിവസം കൂടിയാണ്. അത്തരത്തിൽ അങ്ങനെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. എന്തായാലും ഈ എയർ ആംബുലൻസ് നിലവിൽ ഇപ്പോൾ കോട്ടയം പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ ഇറങ്ങിയിരിക്കുകയാണ്. അതിന്റെ ഹൃദയം ഇപ്പോൾ ആംബുലൻസിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മന്ത്രി വി എൻ വാസവൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ജനപ്രതിനിധികളൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ എത്തി ഈ ഹൃദയം ഏറ്റുവാങ്ങി നിലവിൽ ഇപ്പോൾ ആംബുലൻസിലേക്ക് കയറ്റിയിരിക്കുന്നു. ഏകദേശം 15 മിനിറ്റ് സമയം കൊണ്ട് കോട്ടയം പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ നിന്ന് മെഡിക്കൽ കോളേജ് വരെയുള്ള ദൂരമാണ്. 15 മിനിറ്റ് സമയം കൊണ്ട് അവിടേക്ക് എത്തിച്ചേരും. ഇന്ന് തന്നെ സർജറി നടക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ സർജറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയാണ് ഹൃദയം. മറ്റൊരു വലിയ ദൗത്യമാണ് കേരളം ഏറ്റെടുത്തിരിക്കുന്നത്.